ഈശോയിൽ സ്നേഹമുള്ളവരെ, ചില ദുരന്തങ്ങളെ തിരിച്ചറിയാനുള്ള ആത്മീയതയുടെ ആഴമായ കാഴ്ചപ്പാടുകൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ നശിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, ദൈവമേ, ഞാൻ ഇത്രമേൽ തകർന്നു പോയല്ലോ. ഇന്ന് ഈശോ പറയുകയാണ്, ഈശോയെ കൊന്നുകളയാൻ വേണ്ടി, താഴേക്ക് തള്ളിയിടാൻ വേണ്ടി കൊണ്ടുപോയ ഇടയിൽ നിന്നും ഈശോ രക്ഷപ്പെട്ട് അവിടം വിട്ട് പോയി എന്ന് പറയാം. ഈശോയ്ക്ക് ആ ജ്ഞാനമുണ്ടായിരുന്നു, ബോധ്യമുണ്ടായിരുന്നു. തന്നെ നശിപ്പിക്കാനായിട്ട് കാത്തിരിക്കുന്നവരുടെ ഇടയിൽ നിന്നും, തന്നെ അകാരണമായി തകർക്കാനായിട്ട് കാത്തിരിക്കുന്നവരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടാനും മാറി നിൽക്കാനുള്ള ആത്മീയ ജ്ഞാനം അവിടത്തേക്കുണ്ടായിരുന്നു. നമുക്കതില്ല. അതുകൊണ്ടാണ് ചില കൂട്ടുകെട്ടുകളൊക്കെ പോയി നമ്മൾ നശിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, ദൈവമേ, ഞാൻ ഇത്രമേത്രം അധപതിച്ചു പോയോ. അതുകൊണ്ട് ഈ ആത്മീയതയുടെ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഞാൻ എന്താണ്, എവിടെയാണ് ആയിരിക്കുന്നത്, ഞാൻ ആരോടൊപ്പമാണ് ആയിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ ഭാവിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഞാൻ കൂട്ടുകൂടുന്ന ബന്ധങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ്, അത് തിരിച്ചറിഞ്ഞ് നമ്മളെ തകർക്കുന്നതാണെങ്കിൽ അവിടുന്ന് മാറി നിൽക്കുവാനും നന്മയുടെ പാത തിരഞ്ഞെടുക്കുവാനും ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനും കഴിയുമ്പോൾ നമ്മളും ആത്മീയ മനുഷ്യരായിട്ട് മാറുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴെങ്കിലുമൊക്കെ ഈ നാശത്തിൻ്റെ വഴികളിലൂടെ, അധപതിച്ച ലോകത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് മാറി ചവിട്ടുവാൻ, ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ ദൈവമേ കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.